ഹായ് ഫ്രണ്ട്സ്, ഞാൻ കൊട്ടിയൂർ യാത്രയേക്കാണ് പുറപ്പെടുന്നത്. ഇത് ലക്ഷ്മി ബസ്സിലാണ് ഞാൻ പോകുന്നത്. ലക്ഷ്മി ബസ് വിരാജ്പേട്ട ഇരിട്ടി റൂട്ടിലേക്കാണ് ബസ്സിലാണ് ഞാൻ പോയത്. അത് കണ്ണൂർ ടൗണിൽ നിന്ന് 8 മണിക്ക് പുറപ്പെടും, കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന്. എന്നിട്ട് അത് ഇരിട്ടി എത്തുമ്പോൾ 9 മണിക്കാണ് 9:15 ഇരിട്ടിക്കെത്തും. അവിടെ നിന്ന് ബോയ്സ് ടൗൺ വഴി പോകുന്ന മാനന്തവാടി ബസ്സിലെത്തി അങ്ങനെ കൊട്ടിയൂരേക്ക് പുറപ്പെട്ട് കൊട്ടിയൂർ 10 ആകുമ്പോഴത്തേക്ക് കൊട്ടിയൂരെത്തി. പിന്നെ കൊട്ടിയൂർ വിശേഷം എന്ന് പറഞ്ഞാൽ കൊട്ടിയൂർ 2 അമ്പലങ്ങളാണുള്ളത്, ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും. അക്കരെ കൊട്ടിയൂർ തുടങ്ങിയാൽ ഇക്കരെ കൊട്ടിയൂരിൽ അവിടെ ഭഗവാൻ അക്കരെ കൊട്ടിയൂരുണ്ടാവുക. അതായത് ഈ ബാവലിപ്പുഴേൻ്റെ സമീപത്താണ് ഈ അക്കരെ കൊട്ടിയൂർ. 27 ദിവസം ഈ വൈശാഖ ഉത്സവം മഹോത്സവം ഉണ്ടാവും. 27 ദിവസം. ഇത് ശിവൻ്റെ ഇതാണ് ഉള്ളത്. ഇതിൻ്റെ അകത്ത് കൊട്ടിയൂർ പെരുമാൾ ശിവൻ്റെ പ്രതിഷ്ഠയാണ്. പണ്ട് യാഗം കഴിഞ്ഞ സ്ഥലമാണിത്. കൊട്ടിയൂർ ശിവക്ഷേത്രത്തിലാണ് യാഗം കഴിഞ്ഞത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യാഗം കഴിഞ്ഞ പുണ്യസ്ഥലമായത്. ഇതിൽ ഇന്നു മുതലാണ് സ്ത്രീകളെ ആക്കി. ഒരു 20 ദിവസം വരെ സ്ത്രീകളുണ്ടാവും, സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടാവും. പിന്നെ അവിടെ സ്വയംഭൂലിംഗം അവിടെയാണ് കണ്ടത്. അതാണ് ഇതിൻ്റെ പ്രത്യേക ഉള്ളത്. ഇതിൻ്റെ വാൾ വരുന്നത് മുതിരേരി അമ്പലത്തിൽ നിന്നാണ് വാൾ വരിക. അത് തന്നെ മടക്കി പിന്നെ മുതിരേരി അമ്പലത്തിൻ്റെ കൊണ്ടുവരണം. അതൊരു വലിയൊരു ഇതാണ്. പല പല ഉത്സവങ്ങളും അവിടെയുണ്ട്. ഇളനീർ ഉത്സവം, ഭണ്ഡാരി എഴുന്നള്ളത്ത്, അങ്ങനെ പല ഉത്സവങ്ങളും അവിടെയുണ്ട്. ഇക്കരെ കൊട്ടിയൂരിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ അവിടെ എല്ലാവരും പോകുന്ന മാത്രമേ ഉള്ളൂ. ഭഗവാൻ അവിടെ പ്രതിഷ്ഠ മുഴുവൻ ഇപ്പുറത്താണ് ഉണ്ടാവുക. ഈ ഒരു മാസം വരെ കാണാൻ പോകാൻ പറ്റും എല്ലാവർക്കും ഇക്കരെ കൊട്ടിയൂരിൽ. പക്ഷേ അതാണ് ഇതിൻ്റെ പ്രത്യേകത. എല്ലാ വർഷവും ഈ സമയമാകുമ്പം ഞാൻ അവിടെ എത്താറുണ്ട്. എന്തോ ദൈവസഹായം കൊണ്ടാണ് അവിടെ എത്തുന്നത്. നല്ലൊരു അനുഭൂതി കിട്ടും അവിടെ പോയാൽ. ആ വെള്ളത്തിൽ തന്നെ ഒന്ന് ചുറ്റും ഇതാക്കി തന്നെ എല്ലാം കിട്ടും. പിന്നെ 2 പുഴയിൽ കാണുമ്പോൾ പ്രകൃതി മനോഹരമായ ഭംഗിയാണ് ആ അമ്പലത്തിലുള്ളത്. അത്രയധികം പ്രകൃതി മനോഹരം. ധാരാളം ആൾക്കാർ. ഇന്നത്തെ ദിവസം അനിയുടെ നക്ഷത്രത്തിൽ തന്നെ ഈ ഫസ്റ്റ് ഡേ ശ്രീകൾക്ക് പോകുന്ന ദിവസം തന്നെ എന്തൊരു ജനാവലിയാണ്, അസാധ്യം ജനാവലി. കാടും മലയും നടന്നതിന് ദൂരം നോക്കി കഴിഞ്ഞാൽ പാലുകാച്ചി മല അവിടെ തന്നെ കാണാൻ പറ്റും. പിന്നെ അവിടെ ധാരാളം പല സാധനങ്ങൾ ഇതും വാങ്ങിക്കാറുണ്ട്. പുൽത്തൈലും പിന്നെ വിളക്ക് തിരി അത് ഇതെല്ലാം ഭഗവാനുള്ള എല്ലാ ഇതുമുണ്ട്. പോലീസുകാരാണെങ്കിൽ വേണ്ട സഹായങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയോ പോലീസുകാർ, വനിതാ പോലീസും ആൾക്കാരും ഇതെല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഇക്കരെ കൊട്ടിയൂർ എത്തിയിട്ടുള്ളത്. ഇത് ഇക്കരെ കൊട്ടിയൂർ. ഈ ഇക്കരെ കൊട്ടിയൂർ എല്ലാ സമയം വരാൻ വിടാം. പക്ഷേ ഈ ഒരു മാസം ഈ വൈശാഖോത്സവം മാത്രം ഭഗവാൻ അപ്പുറം ഉണ്ടാവും, അക്കരെ കൊട്ടിയൂർ ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാവരും ഇത് കാണുന്നത് ഓടപ്പൂ വാങ്ങിക്കാത്ത ആൾക്കാരില്ല. എല്ലാവരും വീട്ടിൽ ഓടപ്പൂ വാങ്ങിക്കുക. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വരിക, പ്രാർത്ഥിക്കുക, അതുകൊണ്ട് ഇതാക്കുക. താങ്ക് യു വെരി മച്ച്.